ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള പെരി പെരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് അവനോ ഗ്രില്ലോ ഒന്നും ആവശ്യമില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ രണ്ടിലും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അവനിൽ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്, നമുക്ക് പാനിൽ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടും ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇനി ഇതിൽക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പെരിഞ്ജീരകമാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം വേണം. ഞാനിപ്പോൾ 1 കിലോ ചിക്കനിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറയുന്നത്. ഇനി ഒരു ഏലക്കായും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് അരിഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും നല്ലോണം അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എക്സ്ട്രാ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മസാല ഭയങ്കര വെള്ളമുള്ള പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽക്കായിട്ട് 1 തക്കാളിയും പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ അരച്ചെടുത്തിട്ട് വരാം. ആ തക്കാളിൻ്റെ നീരുള്ളതുകൊണ്ട് തന്നെ നല്ലോണം അരിഞ്ഞ് കിട്ടും. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽക്കായിട്ട് ആദ്യം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ തൈര് വേണം. തൈര് 3 ടേബിൾ സ്പൂണോളം ചേർക്കണം. അത് കുറച്ച് കട്ടിയുള്ള തൈരാണെങ്കിൽ കൂടുതൽ നന്നാവും കേട്ടോ. ഞാനിപ്പോൾ സാധാരണ മിൽമൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഇത്തിരി വെള്ളം പോലെയാണ് നിൽക്കണേ. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഗരം മസാല വേണം. 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് പെരി പെരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തിരി സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, പുതിനേൻ്റെയും മല്ലിയിലേൻ്റെയും തക്കാളിൻ്റെ ഒക്കെ, അതും കൂടെ ഇട്ട് കൊടുത്തതിന് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഈ മസാലയിലാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോണത്. ഇതൊരു ഓവർനൈറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം, അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കണം കേട്ടോ. ഇനി ചിക്കൻ്റെ പീസ് ഞാനിതാ ഇങ്ങനെ, നമ്മൾ അൽഫാം പീസ് എന്ന് പറഞ്ഞാൽ അവർ അതേപോലെ കട്ട് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യിപ്പിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊക്കെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ്, മസാല ഒക്കെ നല്ലോണം ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡിലും, ബാക്കിലും പിന്നെ മുൻഭാഗത്തൊക്കെ ഞാൻ അതേപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2 പീസാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ആ മറ്റേ പീസും ഇതേപോലെ തന്നെ വരഞ്ഞെടുക്കുകയാണ്. ചിക്കൻ്റെ എന്തൊരു ഡിഷ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ലെഗ് പീസ് കഴിക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2ഉം ലെഗ് പീസായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ്റെ പീസ് മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുക. ആ സ്ലിറ്റിട്ട ഭാഗം ഉണ്ടല്ലോ, അവിടേക്കൊക്കെ മസാല ഇതേപോലെ നിറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്യുമ്പം ആ ഇറച്ചിയിലൊക്കെ നല്ലോണം മസാല പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ ചെയ്തെടുക്കുക. ഞാനിതിപ്പം ഒരു രാത്രിയോളം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതായത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാരിനേഷനൊക്കെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഐസ് ക്രിസ്റ്റൽസോ അങ്ങനെയൊന്നും ഇതിലേക്ക് വെക്കാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രീസറിലാണ് കേട്ടോ ഞാൻ വെക്കണത്. പിന്നെ നമ്മൾ ഇന്ന് ഈ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോണത് ഈ ന്യൂട്രിയോണിൻ്റെ പാനിലാണ്. ഇത് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള പാനാണ്. നമുക്കിപ്പം കറി വേണമെങ്കിൽ അത് ഉണ്ടാക്കാം, അങ്ങനെ എന്തും ഇതിലുണ്ടാക്കാനായിട്ട് പറ്റും. അയൺ ആയതുകൊണ്ട് തന്നെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഓൾറെഡി പ്രീ സീസൺഡ് ആയിട്ടാണ് ഈ ഒരു പാൻ വരുന്നത്. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അങ്ങനെ മനസ്സിലാവും, അതിൽ ഓയിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഈ കാസ്റ്റ് അയൺ പാൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കോഡ് ഉണ്ട്, അത് ഞാനിവിടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സാധാരണ നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്യാണ്ട് പാത്രങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അത് മയക്കണമല്ലോ എന്നുള്ള പ്രശ്നം ഉണ്ടാവും. ഇതിന് ആ ഒരു കുഴപ്പമൊന്നുമില്ല, കാരണം അവർ പ്രീ സീസൺഡ് ആയിട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ അയൺ ആയതുകൊണ്ട് തന്നെ ഹെൽത്തിന് നല്ലതാണ്. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ ന്യൂട്രിയോണ്ടത്. അപ്പോൾ നമുക്ക് ആ പാത്രം ഒന്ന് വെച്ചിട്ട് ചൂടാക്കാം. നമ്മൾ ചിക്കൻ ഒരു പകുതി വെന്ത് വരുമ്പം ഇതിൻ്റെ മേലൊരു മസാല തേക്കാനുണ്ട്. അപ്പോൾ ആ മസാലയാണ് ഇപ്പം നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത്. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി മുളകും ഒരെണ്ണം നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും ഓയിലൊന്ന് വഴറ്റിയെടുക്കാം.
ഇതിപ്പോൾ നമ്മൾ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള സോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിന്, ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്. എന്നിട്ട് അതും കൂടെ നമുക്ക് ഈ മുളക് പൊടിൻ്റെ ഒക്കെ കൂട്ടത്തിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്താൽ നമ്മൾ ഈ സോസ് റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സോസാണ് നമ്മൾ ചിക്കൻ എത്രത്തോളം സ്പൈസി ആക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് സ്പൈസി മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി. കൂടുതലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സോസ് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അത് ഞാൻ ഇപ്പം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയാണ്. നമ്മുടെ ചിക്കൻ ഇതാ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതും ഗ്രില്ല് ചെയ്തെടുക്കാം. ആ ഒരു സെയിം പാനിൽ തന്നെയാണ് ഞാനിതും ഗ്രില്ല് ചെയ്യാൻ പോണത്. കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ഇത്തിരി മാത്രം ഒഴിച്ചാൽ മതി. അങ്ങനെ മുങ്ങിപ്പൊരിയുന്ന തരത്തിലൊന്നും ഒഴിക്കരുത്, കാരണം നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചിക്കൻ്റെ പീസ് ഇതിലിട്ടിട്ട് ചെയ്യാം. മറ്റേത് നമുക്ക് അവനിൽ വെച്ചിട്ട് ചെയ്ത് നോക്കാം. രണ്ടിൻ്റെയും ടേസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. അവൻ ഞാനൊരു 10 മിനിറ്റ് 200 ഡിഗ്രിയിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ഞാൻ 200 ഡിഗ്രി തന്നെയാണ് വെച്ചിട്ടുള്ളത്, താഴത്തെ കോയിൽ മാത്രം വർക്കാവുന്ന തരത്തിൽ. എന്നിട്ട് ആദ്യം നമുക്കൊരു 30 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് വെക്കാം. അതിന് ശേഷം വന്നിട്ട് നോക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. കാസ്റ്റ് അയണിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറഞ്ഞ ഹീറ്റ് മതി ഇതിന്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അതായത് സ്പൈസി ആയിട്ടുള്ളൊരു സോസ്, അത് നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിൽ ബാക്കിയുള്ള മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്താലാണ് നമ്മൾ സോസ് റെഡിയാവുക. നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്തിട്ടുള്ള മസാലയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, പിന്നെ മല്ലിയില എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഈ ഒരു സ്പൈസി സോസിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പം നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഈ ചിക്കൻ നല്ലോണം ഒന്ന് 2 സൈഡും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മറിച്ചിടണം. ഇപ്പം നമ്മൾ ചിക്കൻ ഒന്നായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തേച്ച് കൊടുക്കുക കേട്ടോ. ആ സ്ലിറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം ഇറങ്ങിക്കോട്ടെ, അങ്ങനെ വേണം തേച്ച് കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഒരു സൈഡ് ഈ ഒരു മസാല സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം, ആ സൈഡ് ഒന്ന് ഗ്രില്ലായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മസാല ആക്കിയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അധിക സമയം ഇങ്ങനെ താഴത്തേക്കായിട്ട് വെക്കരുത്. കുറേ സമയം നമ്മൾ വെച്ചിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം കരിഞ്ഞ പോലാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് ചെയ്യുക. ഇനി മറ്റേ സൈഡും കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാനിലുള്ള ഈ ഒരു അൽഫാം റെഡിയായി വന്നേണ്. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇനിയെ നല്ലൊരു എന്താ പറയുക, നല്ല സ്പൈസി ആയിട്ടുള്ള പോലെ ഉണ്ട്. ആ ചില്ലി ഫ്ലേക്സിൻ്റെ ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് നല്ല രസമുണ്ടേനു. പിന്നെ അവനിൽ വെച്ചിട്ടുള്ളത് 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ റെഡി ആയത്. അതിൻ്റെ മേലെയും ഞാൻ ഇതേപോലെ നമ്മുടെ സോസ് ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതാണ് കാണാൻ രസം, കുറച്ചും കൂടെ കാണാൻ രസം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് നമ്മൾ ഈ പാനിൽ ചെയ്തിട്ടുള്ളതാണ്. ആ പാനിൽ ചെയ്തതിന് കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചാർക്കോൾ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ പാത്രം ഞാൻ ഈ 2 അൽഫാമിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാനേ. പിന്നെ ചാർക്കോൾ ഞാൻ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് പീസ് മതിയാവും നമുക്ക്. എന്നിട്ട് ഈ ഓയിലിൻ്റെ ഉള്ളിലേക്കായിട്ട് ചാർക്കോൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ പുക പോവുമല്ലോ, ആ പുക ശരിക്കൊരു നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത ആ ഒരു ടേസ്റ്റ് തരുന്നുണ്ട്. ആ പുകൻ്റെ ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അൽഫാമിന് ഒരു കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്തായാലും ചെയ്യണേ. ഒരു 10 മിനിറ്റോളം നമുക്കിതൊരു ലിഡ് വെച്ച് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ പുകൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അൽഫാമിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതെടുത്തിട്ട് മാറ്റാം. അങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കിയ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ പാനിൽ ഗ്രില്ല് ചെയ്തെടുത്തതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ടാണ് ആ ചിക്കൻ നിൽക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ആ മസാലയാണ് ഇതിന് മൊത്തത്തിൽ ടേസ്റ്റ് കൊടുക്കണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവനിൽ ഗ്രില്ല് ചെയ്തതും അടിപൊളി തന്നെയാണ്, പക്ഷേ കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്